സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ക്ലൈമാക്സ് സൂപ്പർ പടം. ഗംഭീരം പടം പൊളിച്ചു. സൂപ്പർ ഇടില്ല. മോഹൻലാലിൻ്റെ ഒരു പടം വന്ന് ക്രിസ്മസ് അടിച്ച് പൊളിക്കാം. നമുക്ക് ദൃശ്യത്തിനെക്കാട്ടി മികച്ച രീതിയിൽ ഒരുപടി മുന്നിട്ട് തന്നെയാണ് ഈ ചിത്രം നിൽക്കുന്നത്. അതിന് കരഞ്ഞുപോയി. വേറെ ലെവൽ അഭിനയമില്ല. ഒരു നെഗറ്റീവ് അഭിപ്രായം പറയാം. സത്യം പറഞ്ഞാൽ സങ്കടം വന്നു തിയേറ്ററിൽ. ഗംഭീരം പടം പൊളിച്ചു. സൂപ്പർ ഇടില്ല. ഭയങ്കര രീതിയിൽ ഇമോഷണലോട് കൂടി ടച്ച് പറഞ്ഞാണ്. സൂപ്പർ. ലാലേട്ടൻ്റെ അടിപൊളി പടം. ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു. ക്ലൈമാക്സ് സൂപ്പർ പടം. ഗംഭീരം. സൂപ്പറാണ്. കൊള്ളാണ്. നല്ല പടം. നല്ല പടം, ഒരു രക്ഷയില്ല. കുറേ നാളിന് ശേഷം നല്ല മോഹൻലാലിൻ്റെ ഒരു പടം വന്ന് ക്രിസ്മസ് അടിച്ച് പൊളിക്കാം നമുക്ക്. എന്തുകൊണ്ടും ജിത്തു ജോസഫ് എന്ന ഒരു സംവിധായകന് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു മൂവി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദൃശ്യത്തിനെക്കാട്ടി മികച്ച രീതിയിൽ ഒരുപടി മുന്നിട്ട് തന്നെയാണ് ഈ ചിത്രം നിൽക്കുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മൂവി തന്നെയായിരിക്കും. എല്ലാവരും വന്ന് കാണുക, കണ്ട അഭിപ്രായങ്ങൾ പറയുക. ഒരു ഫാൻസ് എന്നുള്ള രീതിക്ക് മാത്രമല്ല, എന്തുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെയാണ്. വന്ന് കാണുക. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും രീതിയിലുള്ള പ്രതീക്ഷയ്ക്ക് മുകളിലായിരിക്കും. എന്തുകൊണ്ട് ഒരുപടി മുന്നിട്ട് തന്നെയാണ് സിനിമ നിൽക്കുന്നത്. എന്തുകൊണ്ട് നല്ലൊരു മൂവി. അതിന് കരഞ്ഞുപോയി. വേറെ ലെവൽ അഭിനയമില്ല. രക്ഷയില്ല. നിങ്ങളെ കാണണം. ഒന്നും പറയാനില്ല കേട്ടോ. അത്ര പൊളി. വേറെ രക്ഷയില്ല. കരഞ്ഞു. അതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ സൂപ്പർ സിനിമ. ഒരു നെഗറ്റീവ് ഇല്ല. സൂപ്പർ. ലാലേട്ടൻ തിരിച്ചു വന്നു. അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് വയ്യ. നമ്മൾ അത്രയും ഹാപ്പിയാണ്. നമ്മൾ ലാലേട്ടൻ ഫാൻസ് ആയിരുന്നല്ല. മൊത്തത്തിൽ ഈ പടം വമ്പ ഹിറ്റായിരിക്കും. ഒരു മാറ്റവും ഇല്ല. ഒരു നെഗറ്റീവ് അഭിപ്രായം പറയാം. സത്യം പറഞ്ഞാൽ സങ്കടം വന്നു തിയേറ്ററിൽ. ഇതുപോലെ സംഭവങ്ങൾ പറഞ്ഞ സിനിമയില്ല.